ദൃശ്യത്തോളം മറുഭാഷാ സിനിമാ പ്രേമികളിൽ താൽപര്യം സൃഷ്ടിച്ച മറ്റൊരു മലയാള സിനിമാ ഫ്രാഞ്ചൈസി ഇല്ല. മറുഭാഷയിൽ വന്ന റീമേക്കുകൾ തന്നെ അതിന് കാരണം. അതിനാൽ തന്നെ അത്രയും വലിയ കാത്തിരിപ്പാണ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗമായ ദൃശ്യം 3 തിയേറ്ററിൽ എത്തിയത്. എന്നാൽ ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ലഭിച്ച പോലുള്ള ഒരേ തരത്തിലുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല തിയേറ്ററിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെ മൂന്നാം ഭാഗത്തിന് ലഭിച്ചത്. അതേസമയം ഓപ്പണിങ്ങിലോ പിന്നിലുള്ള കളക്ഷനോ അത് പ്രതിഫലിച്ചിരുന്നുമില്ല. ദൃശ്യം ഫ്രാഞ്ചൈസിക്കുള്ള ജനപ്രീതി തന്നെ അതിനുള്ള കാരണം. സമ്മിശ്ര അഭിപ്രായമാണ് ലഭിച്ചതെങ്കിലും സ്വന്തമായി കണ്ടറിയാൻ പ്രേക്ഷകർ ഒരു വലിയ ശതമാനം തീരുമാനിച്ചതോടെ കളക്ഷനിൽ വൻ കുതിപ്പാണ് ചിത്രം നേടിയത്. ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന എക്കാലത്തെ അഞ്ചാമത്തെ ചിത്രമായിരിക്കുകയാണ് ദൃശ്യം 3. എമ്പുരാനെ 6ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ദൃശ്യം 3 ഈ നേട്ടം സ്വന്തമാക്കിയത്. 18 ദിവസം കൊണ്ടാണ് എമ്പുരാന്റെ ലൈഫ് ടൈം കേരള ഗ്രോസ് ജിത്തു ജോസഫ് ചിത്രം മറികടന്നിരിക്കുന്നത്. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം ഈ ചിത്രം കേരളത്തിൽ നിന്ന് ഇതിനോടകം 86.34 കോടിയാണ് നേടിയത്. വാഴ 2 ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള എക്കാലത്തെയും ചിത്രം. 129.55 കോടിയായിരുന്നു ചിത്രത്തിന്റെ കേരള ഗ്രോസ്. രണ്ടാം സ്ഥാനത്തുള്ള ലോക ചാപ്റ്റർ ചന്ദ്ര 1 121.95 കോടിയായിരുന്നു ലോകയുടെ കേരളത്തിലെ നേട്ടം. മോഹൻലാൽ ചിത്രമായ തുടരുമാണ് നിലവിൽ മൂന്നാം സ്ഥാനത്ത്. 118.90 കോടി. കേരളം നേരിട്ട പ്രളയം ദൃശ്യവൽക്കരിച്ച 2018 നാലാം സ്ഥാനത്ത്. നേട്ടം 89.20 കോടി. പ്രദർശനം അവസാനിക്കുമ്പോൾ ചിത്രം ലിസ്റ്റിൽ എവിടെ എത്തും എന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് എല്ലാവരും. അതേസമയം ആദ്യ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ദൃശ്യം 3യിൽ ജിത്തു ജോസഫിൻ്റെത്. ആദ്യ രണ്ട് ഭാഗങ്ങളിൽ ട്വിസ്റ്റുകൾക്ക് പ്രാധാന്യം നൽകിയെങ്കിൽ മൂന്നാം ഭാഗത്തിൽ കേന്ദ്ര കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മാനസിക വ്യവഹാരത്തിലൂടെയാണ് സംവിധായകൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്.